ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായി 3 മുന്നണികളും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പി ചുവരെഴുത്തുൾപ്പെടെ വേഗത്തിലാക്കി കളം പിടിക്കുകയാണ്. LDF ആകട്ടെ റോഡ് ഷോകൾക്കൊപ്പം വോട്ടർമാരെ നേരിട്ട് കാണുന്ന നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ ആത്മവിശ്വാസം LDFന്റെ പ്രചാരണത്തിൽ വ്യക്തമാണ്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോകൾ പൂർത്തിയാക്കി വരികയാണ്. ഈ ആഴ്ച മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളിൽ പങ്കെടുത്തു തുടങ്ങും. ആദ്യഘട്ട പട്ടികയിൽ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് BJPയും നേട്ടമായി കാണുന്നു. തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലിലും കൂടുതൽ മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നരേന്ദ്രമോദിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിലാകും പ്രചാരണം. രാജ്യം മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനവും ജനക്ഷേമ പദ്ധതികളും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഭരണപക്ഷത്തുള്ള ഒരു MP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നത് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. BJP എന്ന പാർട്ടി നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. BJP കേരളത്തിൽ ഇതുവരെ അവർക്ക് വേര് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യമനുടെ തട്ടകമായ തിരുവനന്തപുരത്ത് നമുക്ക് ജയിച്ചു വന്നേ മതിയാകും. തിരുവനന്തപുരത്തെ MPയെ കാണാനില്ലെന്ന പ്രചാരണത്തിന് ശശി തരൂർ തന്നെ മറുപടി നൽകി. ഞാൻ സ്ഥലത്തിന്റെ MP ആയിട്ട് ഞാൻ എൻ്റെ കടമ പൂർത്തിയാക്കണം. എല്ലാ ദിവസവും 7-8 ചടങ്ങിൽ പങ്കെടുക്കേണ്ട, ജനങ്ങളെ കാണേണ്ട, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രചരണമായിട്ടല്ല ചെയ്യുന്നത്. ഇവിടുത്തെ നിലവിലുള്ള ജനവിശ്വാസം കിട്ടിയ ഒരു MP ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത്രയും. സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. നാളെയോ മറ്റന്നാളോ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.